ആലപ്പുഴയിൽ സർക്കാർ സ്കൂളിന്റെ മുറ്റത്ത് SDPIക്കാരുടെ പാർട്ടി കൊടി ഉയർത്തിയതിൽ പ്രതിഷേധം കനക്കുന്നു. ഇതിലൂടെ നിരോധിത മതഭീകര സംഘടനയായ PFIയുടെ രാഷ്ട്രീയ മുഖമായ SDPI വീണ്ടും തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ തിരികൊളുത്താൻ ശ്രമം നടത്തുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ഇവരുടെ ലക്ഷ്യം. മുസ്ലിം മത ഭീകരവാദം ആളിക്കത്തിച്ചുകൊണ്ട് തന്നെ നാട്ടിൽ വലിയ കലാപങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കാനാണ് ഇവർ ശ്രമം നടത്തുന്നതെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ഒപ്പം PFIയുടെ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് റെഡിനെ നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ അധ്യയനം തുടങ്ങിയതിന്റെ ഭാഗമായി തന്നെ വിദ്യാലയങ്ങളിൽ മറ്റു വിദ്യാർത്ഥി സംഘടനകൾക്കൊപ്പം തന്നെ SDPIയുടെ കൊടി അവർ ബോധപൂർവം തന്നെ അവിടെ വെക്കുന്നു, അല്ലെങ്കിൽ സംഘർഷം സൃഷ്ടിക്കാൻ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നുവെന്ന ആക്ഷേപം ഉയർന്നു വരികയാണ്. ആലപ്പുഴ മണ്ണഞ്ചേരി സർക്കാർ സ്കൂളിലാണ് SDPIക്കാർ പാർട്ടി പതാക മറ്റു വിദ്യാർത്ഥി സംഘടനകളുടെ പതാകയ്ക്കൊപ്പം തന്നെ ഉയർത്തിയിരിക്കുന്നത്. നിരോധിത ഭീകര സംഘടനയ്ക്ക് നല്ല സ്വാധീനമുള്ള മണ്ണഞ്ചേരിയിലെ സ്കൂൾ പതാക ഉയർത്തിയതിന് സംഘർഷം ലക്ഷ്യമാക്കി തന്നെയാണ് എന്ന് തന്നെയാണ് ഇവർ വിലയിരുത്തുന്നത്. അതുപോലെ സംഭവം വിവാദമായതോടെ തന്നെ പോലീസ് കൊടി നീക്കുകയും SDPIക്കാർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ക്യാമ്പസ് റെഡിന് പകരമായി തന്നെ SDPIയുടെ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ച് സ്കൂളിലും കലാലയങ്ങളിലും ഇവരുടെ വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ചെയ്തികൾ. ഇതിന് ഒരാഴ്ച മുൻപേ തന്നെ തിരുവനന്തപുരത്തു നിന്നും SDPIക്കാരായ കൊട്ടേഷൻ സംഘം രഹസ്യമായി തന്നെ ആലപ്പുഴയിൽ തമ്പടിച്ചതും വളരെ ഗൗരവമേറിയ കാര്യം തന്നെയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നതും. പോലീസ് യഥാസമയം അവരെ കസ്റ്റഡിയിൽ എടുത്തതിനാൽ തന്നെ ഗൂഢനീക്കം എല്ലാം തന്നെ പൊളിച്ചെടുക്കാനും സാധിച്ചു. എന്നാൽ ഇവരുടെ SDPIയെ ബന്ധവും ലക്ഷ്യവും അന്വേഷിക്കാതെ കേവലം കൊട്ടേഷൻ സംഘം എന്ന നിലയിൽ അന്വേഷണം അവസാനിപ്പിക്കുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളിൽ പ്രതിയായ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും ഇപ്പോൾ SDPIയിൽ സജീവമായ സംഘാടകർ തന്നെ, അല്ലെങ്കിൽ സംഘാടക തലവനാണ് എന്ന് പേരുകേട്ട അർഷാദ് പേയാടാണ് പിടിയിലായത്. കൂട്ടത്തിൽ മറ്റ് കൂട്ടാളികൾ ഇവരൊക്കെയാണ്: അർഷാദ് കടവൻകോട്, ആസിഫ് കുറുമ്പായം, അൽ അമീർ കാട്ടാക്കട, ഷിമ്മിസ് ഖാൻ വളവട്ടം, ഷംനാഥ് പേയാട്, മുഹമ്മദ് റാഫി പേയാട് എന്നിവരെയായിരുന്നു പോലീസ് പിടികൂടിയതും. ആലപ്പുഴ പട്ടണത്തിലെ മുന്തിയ ഹോട്ടലിൽ കച്ചവടം നടത്താൻ എന്ന വ്യാജേനയാണ് ഇവർ അവിടെ തമ്പടിച്ചതും. അതേപോലെ തന്നെ പതിവിന് വിപരീതമായി SDPIയുടെ ജില്ലാ നേതാക്കൾ ഈ സംഘത്തെ പോലീസ് കരുതൽ അറസ്റ്റ് ചെയ്തിട്ടും ഇടപെടൽ തയ്യാറാകാത്തതിലും ദുരൂഹത നിറഞ്ഞു നിൽക്കുകയാണ്. സംഘടനയും ഇവരുമായുള്ള ബന്ധം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി എല്ലാ കരുതലുകളും ഇവർ സ്വീകരിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത. മാത്രമല്ല, തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു ഭാഗത്ത് സേവന പ്രവർത്തനങ്ങളും മറുഭാഗത്ത് കൊണ്ട് കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടുകയുമാണ് ഈ മതഭീകര സംഘടനയുടെ ലക്ഷ്യമെന്ന സംശയം ഉയർന്നു കേൾക്കുകയാണ്. അതേസമയം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ PFI എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു ഇസ്ലാമിക രാഷ്ട്രീയ സംഘടനയാണ്. മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ തീവ്രവും അതുപോലെ തന്നെ എക്സ്ക്ലൂസീവുമായ ശൈലിയിൽ ഇത് പ്രവർത്തിക്കുന്നു. ഹിന്ദുത്വ ഗ്രൂപ്പുകളെ ചെറുക്കുന്നതിനായി രൂപീകരിച്ച ഈ ഒരു സംഘടന 2022 സെപ്റ്റംബർ 28 നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, അതായത് തടയൽ നിയമം UAPA പ്രകാരം ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം 5 വർഷത്തേക്കാണ് നിരോധിച്ചത്. കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി, നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്നിവയുടെ ലയനത്തോടെ തന്നെ 2006 PFI സ്ഥാപിതമാവുകയാണ് ചെയ്തത്. നീതി, സ്വാതന്ത്ര്യം, സുരക്ഷ എന്നിവയെ ഉറപ്പാക്കാൻ ആളുകളെ ശാക്തീകരിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു നവസാമൂഹിക പ്രസ്ഥാനം എന്നതായിരുന്നു സംഘടന സ്വയം ഇതിനെ വിശേഷിപ്പിച്ചതും. ഇത് മുസ്ലിം സംവരണത്തിനായി വാദിക്കുന്ന ഒരു സംഘടന കൂടിയാണ്. 2012 നിരപരാധികളായ പൗരന്മാരെ തടങ്കലിൽ വെക്കാൻ UAPA നിയമം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നതിനെതിരെ തന്നെ സംഘടന പ്രതിഷേധങ്ങൾ നടത്തുകയും രംഗത്ത് വരികയും ചെയ്തു. 2006 നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ടിന്റെ പിൻഗാമിയായി കേരളത്തിൽ PFI ആരംഭിക്കുകയാണ് ചെയ്തത്. പിന്നീട് കർണാടക ഫോറം ഫോർ ഡിഗ്നിറ്റി ഓഫ് കർണാടക, തമിഴ്നാട്ടിലെ മനിത നീതി പസരായ് എന്നിവയുമായി ലയനം ചെയ്തു. അതുപോലെ പിന്നീട് 2009 ഗോവയിലെ സിറ്റിസൺസ് ഫോറം, രാജസ്ഥാനിലെ കമ്മ്യൂണിറ്റി സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി, പശ്ചിമ ബംഗാളിലെ നാഗരിക അധികാർ സുരക്ഷാ സമിതി, മണിപ്പൂരിലെ ലിലോങ് സോഷ്യൽ ഫോറം, ആന്ധ്രാപ്രദേശിലെ അസോസിയേഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്നിവയുമായി ലയിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.